ഹായ് ഫ്രണ്ട്സ്, 5V USB വെച്ച് വർക്ക് ചെയ്യിക്കുന്ന ഒരു അടിപൊളി ഫാൻസി ലൈറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. RGB LED വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മേക്ക് വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ ഇതിൻ്റെ മേക്ക് വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ സാധാരണ ഗ്ലൂ ഗണ്ണിലെ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലൈറ്റിനെ സ്പ്രെഡ് ചെയ്യിക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു RGB LED, അതേപോലെ തന്നെ ഒരു റെഡും ഗ്രീനും വരുന്ന ഒരു LED, അങ്ങനെ 2 LED ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 5V സപ്ലൈനെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് LED പെട്ടെന്ന് അടിച്ചു പോകാൻ വേണ്ടിയിട്ട് 2 റെസിസ്റ്റൻസും യൂസ് ചെയ്യുന്നത്. 1K റെസിസ്റ്റൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് 2 യൂസ് ചെയ്ത്. നിങ്ങളുടെ കയ്യിൽ 500 ആയാലും 500ൻ്റെ 2 റെസിസ്റ്റൻസ് ആയാലും ലെസ്സും ബ്രൈറ്റ്നസ് കൂടും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് USB-ൻ്റെ ഒരു കേബിൾ ആവശ്യമുണ്ട്. അപ്പോൾ ഏതെങ്കിലും മൗസോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ഒഴിവാക്കിയ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ കീബോർഡിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും. നമ്മൾ കീബോർഡിൻ്റെ മുകളിൽ ഒഴിവാക്കിയ USB ആണ് ഇതാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഴയ മൊബൈൽ ചാർജറിൻ്റെ ഒക്കെ വള്ളി കേടുന്നല്ല USB ചിലപ്പോൾ നല്ലതായിരിക്കും, അതിൻ്റെ അറ്റം കട്ട് ചെയ്താലും മതി. പിന്നെ അതുപോലെ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ബോട്ടിലാണ് നമുക്ക് ആവശ്യം. ഈ ബോട്ടിലിൻ്റെ മൂടി ഭാഗത്ത് നമുക്ക് ഇതുപോലത്തെ നമ്മുടെ ഈ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ ഈ സ്റ്റിക്ക് കറക്റ്റ് കയറുന്നത് 2 ഭാഗത്ത് ഇങ്ങനെ മടക്കി U ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 2 ആട് കയറാനുള്ള വിധത്തിൽ 2 ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് അങ്ങോട്ട് കയറി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളൊരു U പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു മാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും സോൾഡർ ക്യാനൊക്കെ വെച്ച് ഉരുക്കിയോ അല്ലെങ്കിൽ കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ, അല്ലെങ്കിൽ നമ്മളെ ഡ്രില്ലൊക്കെ വെച്ചിട്ട് തുളച്ച്, അത് നിങ്ങളെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിൽ 2 ഹോളാക്കുക. അപ്പോൾ ഞാനിവിടെ സോൾഡർ ക്യാൻ ഉപയോഗിച്ചിട്ട് ചൂടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇതുപോലെയൊക്കെ ഏകദേശം തുളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഡ്രില്ലൊക്കെ ചെയ്തിട്ട് നല്ല ഹോൾട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് റൗണ്ടായി കിട്ടും. അപ്പോൾ ഇതുപോലൊരു ഷേപ്പിലായതുകൊണ്ട് നമ്മൾ ഇതുപോലെ എടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് LED ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇനി അടുത്ത് നമ്മുടെ ഇതുപോലത്തെ സ്റ്റിക്കിൻ്റെ 2 ഭാഗത്ത് നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ടെടുക്കും. അതായത് നമ്മുടെ ഈ ഗ്ലാസ് LED അതിൽ കയറാനുള്ള പാത, LED കറക്റ്റ് ഇതിനുള്ളിൽ പോകുന്ന മാത്രം ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ റിഫ്ലക്റ്റിംഗ് കുറയും. കറക്റ്റ് LEDയുടെ എൻഡ് ഭാഗം അവിടെ തട്ടുന്ന വിധത്തിൽ നമുക്ക് 2 ഭാഗത്തും ഇതുപോലെ ഹോൾ ഇട്ടെടുക്കാം. എന്നിട്ട് 2 ഭാഗത്തേക്ക് നമ്മുടെ LED അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക ആദ്യം. അപ്പോൾ നമ്മൾ 2 ഭാഗവും നല്ലതിൽ ഹോൾട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഗ്ലാസ് RGB LED നമ്മൾ ഇതിലേക്ക് ഫുള്ളായിട്ട് കയറുന്നത് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫുള്ളായിട്ട് കയറി കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്തതിനുള്ള ഇതിൽ കൂടെ കാണാൻ ലൈറ്റിന് നല്ല പ്രകാശം കാണുള്ളൂ. അപ്പോൾ കറക്റ്റ് ആ ഒരു 2 കണക്ഷൻ മാത്രം പുറത്ത് വരുന്ന വിധത്തിൽ നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് നമ്മൾ നേരത്തെ തുളച്ച് വെച്ച മോഡിയിൽ നമ്മൾ നേരത്തെ വെച്ച അതേപോലെ തന്നെ അതിലേക്ക് U പോലെ എന്നതിൽ നമ്മൾ പുറത്തേക്ക് കറക്റ്റ് നമ്മുടെ ആ ഒരു മോഡിയിൽ നിൽക്കാൻ. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കണം. അല്ലാതെ നമ്മളെ ഈ ഒരു സാധനം നമ്മൾ ഹാൻഡിൽ പോലെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ തൂക്കിയിട്ടാണ് ഈ ലൈറ്റ് നമ്മൾ കൊണ്ടു നടക്കുക. അപ്പോൾ അത് നല്ല രീതിയിൽ സെറ്റായിരിക്കും. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് കണക്ഷനൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് കൊടുക്കാം. നമ്മുടെ ഈ ഒരു കണക്ഷനിലേക്ക് നമ്മൾ ഈ ഒരു USB ഒക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ 2 കണക്ഷൻ കൊടുക്കണം, പ്ലസും മൈനസും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡെസ്ക്ടോപ്പിൻ്റെ കീബോർഡിന് എടുത്ത നമ്മുടെ ഡാറ്റ കേബിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 കണക്ഷൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. അതിലെ പോസിറ്റീവും നെഗറ്റീവാണ്. അപ്പോൾ അതിൽ പോസിറ്റീവ് റെഡാണ്, അതേപോലെ തന്നെ അതിൻ്റെ നെഗറ്റീവ് ബ്ലാക്കാണ്. അപ്പോൾ ആ 2 കണക്ഷൻ മാത്രം മതി. ബാക്കി വരുന്ന നമ്മുടെ വൈറ്റും അതേപോലെ തന്നെ ഗ്രീനും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. എന്നിട്ട് നമ്മുടെ ആ 2 വയർ മാത്രം നമ്മൾ ഇതിൽ സോൾഡർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡെപ്പിയുടെ അടിഭാഗം നമ്മൾ ചെറിയൊരു ഡ്രില്ലിട്ട് വെച്ചിട്ട് ചെറിയ ഹോൾഡ്, നമ്മുടെ ഈ USB കേബിൾ കടന്നു പോകാനുള്ള ചെറിയ ടൈറ്റ് മാത്രം മതി. അപ്പോൾ അതെടുത്ത് വയർ ഉള്ളോട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സോൾഡർ ചെയ്യാനുള്ള പാകത്തിന്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വയർ ഒരു ഡിസ്റ്റർബും ഇല്ലാതെ അവിടെ കിടക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ LED-യുടെ 2 LED-യുടെയും പ്ലസും അതേപോലെ തന്നെ മറ്റേ പ്ലസും നമ്മൾ ഒരേപോലെ സോൾഡർ ചെയ്യുക. അതേപോലെ ബാക്കി വരുന്ന 2 അറ്റത്ത് 2 നെഗറ്റീവാണ് വരുന്നത്. 2 നെഗറ്റീവിന് ഈ ഓരോ 1K റെസിസ്റ്റൻസ് അതിൻ്റെ മുകളിൽ സോൾഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ സോൾഡർ ചെയ്ത നെഗറ്റീവിൻ്റെ വരുന്ന 2 റെസിസ്റ്റൻസ് പാടെ നമ്മൾ 2 പാടെ ഒന്നിച്ച് കൂട്ടി പിടിച്ചിട്ട് നമ്മൾ ഈ ഒരു കേബിളിൻ്റെ മുകളിലുണ്ടായിരുന്ന USB കേബിളിൻ്റെ മുകളിൽ നെഗറ്റീവ് ആ ഒരു ഇതിലേക്ക് നമ്മൾ സോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ 2 LED-യുടെയും പ്ലസ് ചെയ്താൽ നോക്കണം. ഈ 2 ഭാഗത്ത് LED-ൻ്റെ പ്ലസ് നമ്മൾ 2 കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കണക്ഷൻ നമ്മൾ സോൾഡർ ചെയ്തിട്ട് നമ്മുടെ പോസിറ്റീവ് വയർ അതായത് റെഡ് കളറുള്ളത് നമ്മളെ ഇവിടേക്ക് സോൾഡർ ചെയ്യുക. ഇനി നമ്മുടെ ഈ ഗ്ലൂ സ്റ്റിക്ക് ഇവിടുന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് 2 അറ്റത്ത് നമ്മൾ അത് നല്ലപോലെ അപ്ലൈ ചെയ്യുക. നമ്മൾ പുറത്തുനിന്ന് ഒരു ഹാൻഡ് പോലെ പിടിക്കുകയാണെങ്കിൽ അത്രയും ഉറപ്പ് കിട്ടുന്ന വിധത്തിൽ നമ്മൾ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പശയാണ് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം.
അപ്പോൾ നമ്മുടെ ഇതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലിന് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും വെക്കുന്ന സമയത്ത് അത് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ 9 വോൾട്ട് ബാറ്ററി നമ്മളെ ഒരു ഏകദേശം ചാർജ് തീർന്ന 9 വോൾട്ട് ബാറ്ററി ഇതിൻ്റെ മുകളിൽ ഗ്ലൂഗൺ വെച്ച് ഈ ഒരു ഡപ്പിയുടെ അടിഭാഗത്തായിട്ട് ഒട്ടിക്കുകയാണ്. ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അപ്പം ഏകദേശം വെയിറ്റൊക്കെ ഫ്രണ്ടിലേക്ക് നമ്മുടെ ഗ്ലൂഗണ്ണിൻ്റെത് ഒരു വെയിറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അത് കണക്ഷൻ എടുക്കാനല്ല. നമ്മുടെ സാധാരണ ഈ ഒരു ബോട്ടിൽ അടയ്ക്കുന്ന പോലെ തന്നെ കറക്റ്റ് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഇപ്പോൾ ഫുള്ള് സെറ്റായിട്ടുണ്ട്. നമ്മുടെ USB കണക്ഷൻ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ USB അല്ലെങ്കിൽ നമ്മുടെ പവർ ബാങ്കിൻ്റെ USB, അതേപോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ ചാർജറിൻ്റെ ആ ഒരു USB കണക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ USB വരുന്ന നമുക്ക് എവിടെ നിന്ന് ഈ ലൈറ്റ് കത്തിക്കാം. കാറിൻ്റെയൊക്കെ USB പോർട്ട് ഉണ്ടെങ്കിൽ USB ചാർജിങ് പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.